ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എം പരിവാഹൻ എന്ന് കേട്ടിട്ടുണ്ട്. ആ എം പരിവാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു മെസ്സേജ് പോലെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ വരുന്നതാണ് ഹോമോലോഗേഷൻ എന്നത്. ഈ ഹോമോലോഗേഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോമോലോഗേഷൻ അതായത് അതിന്റെ ഡെഫിനിഷൻ തൊട്ട് താഴെ അതിന്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹോമോലോഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സർട്ടിഫൈയിങ് ദാറ്റ് a particular vehicle is roadworthy and matches certain specified criteria laid out by the government for all vehicles made or imported into that country. സിമ്പിൾ ആണ്. അതായത് ഒരു വാഹനം ഗതാഗത യോഗ്യമാണെന്നും ആ രാജ്യത്തേക്ക് നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ വാഹനങ്ങൾക്കും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതായും സാക്ഷ്യപ്പെടുത്തുക. അതായത് സർട്ടിഫൈ ചെയ്യുക. അതായത് ഈ വാഹനം ഓക്കെ ആണ് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നു. അതായത് ഒരു അതോറിറ്റി എന്ത് ചെയ്യുന്നു, ഇതിനെ സർട്ടിഫൈ ചെയ്യുന്നു. മെയിൻ ആയിട്ടും ഉറപ്പുവരുത്തുന്നത് സേഫ്റ്റിയാണ്. അതായത് വാഹനത്തിന് സേഫ്റ്റി ഉണ്ടോ, അതേപോലെ തന്നെ എമിഷൻ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടത്, അതേപോലെ റോഡ് നിയമങ്ങൾ ഇത് പാലിക്കാൻ പറ്റുന്നതാണോ എന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രധാനമായിട്ടും സർട്ടിഫൈ ചെയ്യുന്നത്. അന്നേരം ഈ ഹോമോലോഗേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, ഓരോ വാഹനങ്ങളെയും പല കാറ്റഗറൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിക്കുന്നു. ആദ്യത്തത് കാറ്റഗറി എ ആണ്. കാറ്റഗറി എ എന്താണ്? കാറ്റഗറി എ എന്നാൽ കാറ്റഗറി അഗ്രികൾച്ചർ ട്രാക്ടർ പവർ ട്രില്ലർ ആർ ഇൻക്ലൂഡഡ്. അഗ്രികൾച്ചർ അതായത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസ്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്യുന്ന വിളിക്കുക, നമുക്ക് അറിയാൻ പറ്റും. അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന പവർ ട്രില്ലേഴ്സ് ഇതാണ്. ഈ മെഷീൻസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അന്നേരം ഇതൊക്കെ എന്താണ്, അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണ്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, കാറ്റഗറി എയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്നേരം തെറ്റിപ്പോകരുത്. കാറ്റഗറി എ എന്നാൽ അഗ്രികൾച്ചർ ട്രാക്ടർ പവർ ടില്ലേഴ്സ് എന്നതാണ്. അടുത്തത് കാറ്റഗറി സി. സിയിൽ വരുന്ന വാഹനങ്ങൾ. ദിസ് ഈസ് ദ കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വെഹിക്കിൾ, CEV. അന്നേരം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകരുത്. CEV എന്നാൽ കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വെഹിക്കിൾ. കൺസ്ട്രക്ഷൻ എക്വിപ്മെന്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, അതായത് JCB പോലുള്ള വാഹനങ്ങൾ, അതും നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ വാഹനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാഹനങ്ങളും CEBയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറി L1 കാറ്റഗറി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസഞ്ചർ അല്ലെങ്കിൽ ഗുഡ്സ് ക്യാരിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, അതായത് L1 കാറ്റഗറി പറയുമ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മൊത്തം ഞാൻ വായിക്കുന്നില്ല. 45 കിലോമീറ്റർ എക്സീഡ്, അതായത് 45 കിലോമീറ്റർ കൂടാത്തതും, വേഗത 45 കിലോമീറ്റർ പെർ അവറിൽ കൂടാത്തതും, എൻജിൻ കപ്പാസിറ്റി നോട്ട് എക്സീഡഡ് 50 cc, 50 cc-യിൽ, അതായത് എൻജിൻ കപ്പാസിറ്റി 50 cc-യിൽ കൂടാത്തതുമായ മോട്ടോർ വെഹിക്കിൾ. അതായത് നമ്മൾ ചെറിയ എഞ്ചിൻ ഉപയോഗിച്ച് ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. കാറ്റഗറി L1 കാറ്റഗറി, വിട്ടുപോകരുത്. L1 കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് അത്. അതായത് ചെറിയ മോട്ടോർ ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ. അന്നേരം ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. L1 കാറ്റഗറി എന്താണെന്ന് നോക്കുമ്പോൾ അതിനകത്ത് പിക്ചറൈസർ കൊടുത്തിട്ടുണ്ട്. ചെറിയ അതായത് ഇലക്ട്രിക് വാഹനം തന്നെ, ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനം തന്നെ അതിൽ CC കുറഞ്ഞിട്ടുള്ള വാഹനങ്ങളാണ് L1 കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തത് L2 കാറ്റഗറി. അത് എന്ത് ചെയ്തു, അതർ ദാൻ കാറ്റഗറി L1. അതായത് L1 നമ്മൾ പറഞ്ഞ 50 cc-യിൽ കുറഞ്ഞ അല്ലെങ്കിൽ 45 കിലോമീറ്ററിൽ കൂടാത്ത വെഹിക്കിൾ അല്ലാതുള്ള മോട്ടോർ സൈക്കിളിനെയാണ് എന്ത് ചെയ്യുന്നത്, L2 കാറ്റഗറി എന്ന വിഭാഗത്തിൽ എന്ത് ചെയ്തത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ പിക്ചർ ഒന്ന് നോക്കാം. L1 കാറ്റഗറി അല്ലെങ്കിൽ L2 കാറ്റഗറി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. L1 അല്ലെങ്കിൽ L2 കാറ്റഗറി ഏതാണ് വരുന്നത് എന്ന്. ഓക്കെ ആണല്ലോ. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോവുക. അടുത്തത് L3 കാറ്റഗറി. അതായത് L3 ഇതിനകത്ത് മൊത്തം ഞാൻ വായിക്കുന്നത് എക്സീഡിങ് 50, അതായത് എൻജിൻ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ആ 50 cc-യെക്കാട്ടിയും കൂടുന്നത്, 50 cc-യെക്കാട്ടിൽ കൂടുതലും മണിക്കൂറിൽ 50 കിലോമീറ്റർ അവറിൽ കൂടുതലുമായ, അതായത് L1 എന്താണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് L3 കാറ്റഗറി. അന്നേരം L1 എന്നത് 45 കിലോമീറ്ററിൽ താഴെയും 50 cc-യിൽ താഴെയുമായ വെഹിക്കിൾ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ L3 എന്നത് 50 cc-യിൽ കൂടുതലും 50 കിലോമീറ്റർ പെർ അവറിൽ കൂടുതലുമായ വെഹിക്കിൾ ആണ്. നെക്സ്റ്റ് അത്രയേ ഉള്ളൂ. ദെൻ L5M. ഇത് ഓട്ടോറിക്ഷ എന്ന് ആലോചിച്ചാൽ മതി. ഓട്ടോറിക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ L5M-നകത്താണ് വരുന്നത്.
അതായത് ഇതിന്റെ വെയിറ്റ് 1500 ആണ്. ഓട്ടോറിക്ഷയുടെ വെയിറ്റ് 1500 അന്നേരം L5 എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, L5 എന്ന ടേം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോറിക്ഷ എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അന്നേരം L1 നമ്മൾ പറഞ്ഞു 50 cc താഴെ 45 കിലോമീറ്റർ പെർ അവറിൽ താഴെ വരുന്നത്. ദെൻ L2 ഇതിൽ അല്ലാതെ വരുന്ന മോട്ടോർ സൈക്കിളുകൾ. L3 എന്നാൽ എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ L1 എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് 50 cc 50 കിലോമീറ്റർ പെർ അവറും കൂടുതൽ. ദെൻ L5 എന്നാൽ ഓട്ടോറിക്ഷ. ദെൻ L5N എന്താണ്, L5N എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതർ ദാൻ കാറ്റഗറി L1, അതർ ദാൻ കാറ്റഗറി L1 എന്ന് മാത്രമേ ഉള്ളൂ. L1 മോട്ടോർ സൈക്കിൾ എന്നില്ല, L1 മാത്രം. അതായത് ഇതിനകത്ത് ഉൾപ്പെടാത്ത ബാക്കി എന്ത് ചെയ്യുന്നത്, മോട്ടോർ വെഹിക്കിൾ, അതായത് ബൈക്കുകൾ, അഡ്വാൻസ്ഡ് ബൈക്കുകളാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. രണ്ടാമത്തത് അടുത്ത വരുന്നത് കാറ്റഗറി എം കാറ്റഗറി വെഹിക്കിൾ. എം കാറ്റഗറി എന്താണെന്ന് നോക്കിയാൽ എ മോട്ടോർ വെഹിക്കിൾ വിത്ത് അറ്റ്ലീസ്റ്റ് 4 വീൽസ്. നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞത് 2 വീലിന്റെ 2 വീല് ഓട്ടോറിക്ഷ 3 വീലും. അന്നേരം 4 വീലുള്ള വാഹനങ്ങൾ, 4 വീൽ യൂസ്ഡ് ഫോർ ക്യാരിങ് പാസഞ്ചേഴ്സ്. അന്നേരം പാസഞ്ചർ അതായത് യാത്രക്കാരെ എന്ത് ചെയ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതാണ് എം കാറ്റഗറി. യാത്രക്കാർക്കായി ഉപയോഗിക്കുന്ന കുറഞ്ഞത് 4 വീലുള്ള വാഹനങ്ങളെയാണ് എം കാറ്റഗറി. എമ്മിനകത്ത് വരുന്ന പല ഉണ്ട്. M1 നോക്കിയാൽ ഡ്രൈവർ, അതായത് മീൻസ് യൂസ്ഡ് ഫോർ കാരേജ് ഓഫ് പാസഞ്ചർ കംപ്രസിംഗ് നോട്ട് മോർ ദാൻ 8 സീറ്റ്. അതായത് 8 സീറ്റിൽ കൂടാത്ത, 8 സീറ്റിന് പുറമെ, അതായത് ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളിൽ കൂടാത്ത യാത്രക്കാരുടെ വാഹനം, അതാണ് M1 കാറ്റഗറി. അതായത് 8+1, അതായത് അഡീഷൻ ടു ദ ഡ്രൈവർ സീറ്റ്, 8 സീറ്റ് ഇൻ അഡീഷൻ ടു ഡ്രൈവർ സീറ്റ്, അതായത് 8 യാത്രക്കാർ +1 ഡ്രൈവർ, അതായത് 8+1, അതാണ് M1 കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് M2 എന്താണെന്ന് നോക്കിയാൽ കംപ്രസിംഗ് 9 or more seats in addition to the driver seat and having maximum gross vehicle weight not exceeded 5 ton. അന്നേരം വെയിറ്റും കൂടെ വരുന്നുണ്ട്. M2-ൽ എന്ത് ചെയ്യുന്നു, വെയിറ്റും വരുന്നുണ്ട്. M2-ൽ പറയുന്നത് ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ, നമ്മൾ നേരത്തെ പറഞ്ഞത് 8+1 പറഞ്ഞത്, ഇവിടെ പറയുന്നത് ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ, അതായത് നമ്മൾ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ. നമ്മൾ M1 കാറ്റഗറിയിൽ നമ്മൾ ഇന്നോവ പോലുള്ള വാഹനങ്ങളെ ഉൾപ്പെടുത്താം. M1 കാറ്റഗറിയിൽ ഇന്നോവയാണ്. M1 കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നോവ പോലുള്ള XUV വാഹനങ്ങൾ, അതായത് പുറകിലോട്ട് ഇന്നോവ പോലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ M2-ൽ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുത്താം. ട്രാവലർ നമ്മളെല്ലാം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ട്രാവലർ പോലുള്ള വാഹനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. എന്നാൽ ഇതിനകത്ത് എന്താണ് M2 ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ എന്ത് ചെയ്താ സീറ്റുകൾ ഉള്ളത്, 9 അതിലധികം സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടൺ എത്രയാണ്, വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, 5 ടണ്ണിൽ കൂടാൻ പാടില്ല, 5 ടണ്ണിൽ കൂടാൻ പാടില്ല. അന്നേരം അത് മാത്രമാണ് നോക്കേണ്ടത്. അന്നേരം 9 1+9 എക്സെട്ര ആണ്, അതായത് 1+9 എക്സെട്ര, അതായത് 1+ എത്ര ആണെങ്കിലും ആവും, പക്ഷെ 5 ടണ്ണിൽ കൂടാൻ പാടില്ല. അടുത്തത് M2G വരുന്നതാണ്. M2G ഇത് വായിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് അറിയുന്നത് 5 ടണ്ണിൽ കൂടാത്തതാണ്. ദെൻ ഓഫ് റോഡ് വരുന്ന വാഹനങ്ങളാണ്. അതായത് M2-ന്റെ അതേ കാറ്റഗറി വരുന്നു, എന്നാൽ എന്ത് ചെയ്തു, അതിനകത്ത് ഓഫ് റോഡ് എന്നൊരു വേർഡ് കൂടെ വരുന്നുണ്ട്. ഓഫ് റോഡ് ക്രോസ് കൺട്രി വെഹിക്കിൾ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ചെളിയിലും അല്ലെങ്കിൽ മല പോലുള്ള, അതായത് മഡ് ഏരിയയിൽ, ദെൻ മൗണ്ടൻ ഏരിയയിൽ, അതുമാണ് M2G, ഔട്ട് ഓഫ് റോഡ്, അതാണ് ഉദ്ദേശിക്കുന്നത് M2. ദെൻ M3 കാറ്റഗറി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, M3 കാറ്റഗറി. M2 എന്താണ് നമ്മൾ പറഞ്ഞത്, M9, അതായത് ഡ്രൈവർ സീറ്റ് +9 അതിലധികവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കംപ്രസിംഗ് 9 or more seat in addition to the driver seat and having maximum gross vehicle weight exceeding 5 ton. അതായത് 5 ടണ്ണിൽ കൂടുതലും ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ ഉള്ളതും. ഓക്കെ ആണേ. അന്നേരം ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ ഉള്ളതും 5 ടണ്ണിൽ കൂടുതലുമായ വെഹിക്കിൾ ആണ് M3 കാറ്റഗറി. അന്നേരം മാറിപ്പോകരുത്. M1 കാറ്റഗറി, M2 കാറ്റഗറി, M3 കാറ്റഗറി എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇത് മാറിപ്പോ M1 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളായിരുന്നു. M2 കാറ്റഗറി വരുമ്പോൾ അതിനകത്ത് എന്തു, ഡ്രൈവർ സീറ്റ് +9 അതിലധികമോ, ദെൻ 5 ടണ്ണിൽ കുറയുക. ദെൻ M2G വരുമ്പോൾ ഔട്ട് ഓഫ് റോഡ് ആണ്, അതായത് മറ്റ് റോഡിന് അല്ലാതെ, അതായത് ഓഫ് റോഡുകൾ. ദെൻ M3 വരുമ്പോൾ 5 ടണ്ണിൽ കൂടുന്നു. M3G എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ഓഫ് റോഡ്, അതും പെട്ടെന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. M1 കാറ്റഗറി, M2 കാറ്റഗറി, M2G, M3 കാറ്റഗറി, M3G. ഓക്കെ ആണേ. അന്നേരം
നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. M1 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡ്രൈവർ പ്ലസ് 8, ദെൻ M2 കാറ്റഗറി വരുമ്പോൾ ഡ്രൈവർ പ്ലസ് 9 അതിലധികമോ 5 ടണ്ണിൽ കൂടാൻ പാടില്ല. G പറയുമ്പോൾ M2 G ആണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ്. M3 പറയുമ്പോൾ ഡ്രൈവർ പ്ലസ് 9 അതിലധികമോ, ദെൻ M3 G ആണ് എങ്കിൽ ഓഫ് റോഡ്. ദെൻ അടുത്തത് N കാറ്റഗറി, അടുത്തതാണ് N കാറ്റഗറി. N ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞത് പാസഞ്ചർ ആണ്. അടുത്തത് N കാറ്റഗറി നോക്കിയാൽ, N കാറ്റഗറി വെഹിക്കിൾ ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 4 വീൽസ്, 4 ചക്രങ്ങൾ, യൂസ്ഡ് ഫോർ ദ ക്യാരിയിങ് ഗുഡ്സ് ആണ്. അന്നേരം എന്ത് ചെയ്യാം, നമുക്ക് ചരക്കുകൾ കൊണ്ടുപോകാൻ, വിച്ച് ആൾസോ ക്യാരിങ് പേഴ്സൺ, അതായത് എന്ത് ചെയ്യാം, പാസഞ്ചറിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇൻ അഡീഷൻ ടു ദ ഗുഡ്സ് സബ്ജക്ട് ടു ദ കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണ്. അന്നേരം അതായത് ചരക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാസഞ്ചർ വാഹനങ്ങളോ ആണ്, 4 വീല് അറ്റ്ലീസ്റ്റ് വേണം. ഞാൻ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. N1 കാറ്റഗറി എന്താണെന്ന് നോക്കിയാൽ, ഫോർ ക്യാരേജിങ് ഓഫ് ഗുഡ് ആൻഡ് ഹാവിംഗ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നോട്ട് എക്സീഡിങ് 3.5 ടൺ. അതായത് ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആണ് ഇത്. ഓക്കെയാണ്. ഭാരം എന്ത് ചെയ്യാൻ പാടില്ല, 3.5 ടണ്ണിൽ കൂടാൻ പാടില്ല. അന്നേരം നമ്മൾ N കാറ്റഗറി പറഞ്ഞ എന്താണ്, ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. ദെൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാധനങ്ങൾക്ക് പുറമെ ആളുകളെയും കൊണ്ടുപോകാം. അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന പെർമിറ്റുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ അതിനകത്ത് N കാറ്റഗറിയിൽ വരുന്ന N1, തൊട്ട് താഴെ വരുന്ന N1 എന്താണ്, അതിന്റെ വെയിറ്റ് 3.5 ടണ്ണിൽ കൂടാൻ പാടില്ല. N1 കാറ്റഗറിയിൽ 3.5 ടണ്ണിൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ് N2 എന്താണെന്ന് നോക്കിയാൽ, യൂസ്ഡ് ഫോർ ക്യാരേജ് ഗുഡ്സ് ആൻഡ് ഹാവിംഗ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എക്സീഡിങ് 3.5 ബട്ട് നോട്ട് എക്സീഡിങ് 12. അതായത് 3.5നും 12, അതായത് 3.5 to 12 ഇതിനിടയിൽ വരുന്നതാണ്. അതായത് അതിന്റെ വെയിറ്റ് അനുസരിച്ചാണ് N കാറ്റഗറി വരുന്നത്. വെയിറ്റ് ആണ് ഇതുവരെ നമ്മൾ നോക്കുന്നത്. അന്നേരം വെയിറ്റ് എന്ത് ചെയ്യാം, 3.5നും 12 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങളാണ്. ഓക്കെയാണ്. അന്നേരം ചരക്ക് കൊണ്ടുപോകുന്ന 3.5 to 12 ടണ്ണിൽ ഇടയിലുള്ള വാഹനങ്ങളാണ് N2 കാറ്റഗറി. അന്നേരം N1 കാറ്റഗറി പറഞ്ഞു 3.5 താഴെ, N2 കാറ്റഗറി 3.5 to 12 ടൺ. ദെൻ അടുത്തത് N3 കാറ്റഗറി, അതായത് എക്സീഡിങ് 12 ടൺ, അതായത് 12 ടണ്ണിൽ മുകളിലോട്ടുള്ള വാഹനങ്ങൾ, 12 ടണ്ണിൽ മുകളിലോട്ടുള്ള വാഹനങ്ങളാണ് ഇത് ഉദ്ദേശിക്കുന്നത്. N1 ഓക്കെ ആണ്, N2 ഓക്കെ ആണ്, N3 ഓക്കെ ആണ്. അന്നേരം നമ്മൾ N കാറ്റഗറി പറഞ്ഞു, N കാറ്റഗറി പറഞ്ഞു, മാറിപ്പോകരുത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് T പറയുന്നത് ട്രെയിലർ കാറ്റഗറി. അന്നേരം നമ്മൾ ട്രെയിലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ ഒന്നറിയാം എന്താണ്, അന്നേരം ഏകദേശം ഇതിന്റെ ഡീറ്റെയിൽ അറിയാം. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നോക്കാം. T1 എന്താണെന്ന് നോക്കാം. ക്യാരേജ് ഓഫ് ഗുഡ്സ് ആൻഡ് ഹാവിംഗ് ക്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW നോട്ട് എക്സീഡിങ് 0.75 ടൺ. അതായത് ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിലർ വിഭാഗത്തിലുള്ള വണ്ടി, ഇതിന്റെ ഭാരം എന്ത് ചെയ്യാൻ പാടില്ല, 0.75 ടണ്ണിൽ കൂടാൻ പാടില്ല. അന്നേരം 0.75 ടണ്ണിൽ കൂടാൻ പാടില്ല. ഓക്കെ ആണ്. അന്നേരം അത് നമ്മൾ പഠിച്ചു. ദെൻ T2 നോക്കിയാൽ, ട്രെയിലർ യൂസ്ഡ് ഫോർ ക്യാരേജ് ഗുഡ്സ് ആൻഡ് ഹാവിംഗ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 200 ബട്ട് നോട്ട് എക്സീഡ്. അന്നേരം എന്ത് ചെയ്യുന്നു, 0.75 to 3.5 വരെ വരാൻ പാടുള്ളൂ. ഓക്കെയാണ്. അന്നേരം T2 പറയുന്നത് എന്താണ്, 0.75 ടണ്ണിനും 3.5 ടണ്ണിനും ഇടയിലുള്ള ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെയാണ് T2 വാഹനം എന്നതുകൊണ്ട് പറയുന്നത്. അന്നേരം GVW എത്രയാണ്, 0.75നും 3.5നും ഇടയിൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അന്നേരം T1 0.75 താഴെ, T2 0.75 to 3.5. ദെൻ അങ്ങനെയാണെന്ന് T3 എത്രയായിരിക്കും, T3 നോക്കിയാൽ നെക്സ്റ്റ് 3.5 ടൺ ബട്ട് നോട്ട് എക്സീഡിങ്, അതായത് 3.5 to 10 വരെ, അതായത് 3.5നും 10 ടണ്ണിനും ഇടയിൽ ഉള്ള എന്താണ് വാഹനങ്ങൾ, ചരക്ക് കയറ്റുന്ന ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളാണ് T3 കാറ്റഗറി വാഹനങ്ങൾ. മാറിപ്പോരുത്, ഒരിക്കലും മാറിപ്പോരുത്. T1 0.75 വരെ, T2 3.5 വരെ, T3 10 ടൺ വരെ. അങ്ങനെയാണെങ്കിൽ T4 എത്ര ആയിരിക്കും നോക്കിയാൽ, എക്സീഡിങ് ടൺ, അതായത് 10 ടണ്ണിന് മുകളിലോട്ടുള്ള എല്ലാം. ഓക്കെ ആണ്. 10 ടണ്ണിന് മുകളിലോട്ടുള്ളത്, കൺഫ്യൂഷൻ ആയി പോകരുത്. T1, T2, T3. M ആണെന്നുണ്ടെങ്കിൽ അത്ര ഇല്ലായിരുന്നു. M1 N നമുക്കറിയാം, N1, N2, N3 3 ഭാഗമുള്ള, അതായത് ചരക്ക് കൊണ്ടുപോകുന്ന 3.5 താഴെ, പിന്നെ 12 ടണ്ണ് വരെ, 12ന് മുകളിൽ, അതായിരുന്നു N കാറ്റഗറി. അടുത്തത് വന്ന് T കാറ്റഗറിയിൽ 4 എണ്ണം ഉണ്ട്. 0.75 വരെ, ദെൻ 7.5 കൂടരുത്, ദെൻ 3.5 വരെ, 10 ടണ്ണ് വരെ, 10 ടണ്ണിൽ കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T5 നോക്കിയാൽ, എ സെമി ട്രെയിലർ ഇന്റൻഡ് ടു ബി ഡ്രോൺ ബൈ ദി 3-വീൽഡ് ഹോളേജ് ട്രാക്ടർ. 3 ചക്രങ്ങളുള്ള ട്രാക്ടർ, അതാണ് ഉദ്ദേശിക്കുന്നത്.
അന്നേരം എന്ത് ചെയ്യുക, ഇതാണ് T5. അന്നേരം എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം തൊട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓടിച്ച് നോക്കാം. അന്നേരം നമ്മൾ പറഞ്ഞു ഹോമോലോഗേഷൻ എന്ന് പറയുന്നത് ഒരു വാഹനം എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതായത് എന്ത് ചെയ്യാം, ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക, അതായത് സർട്ടിഫൈ ചെയ്യുക. മെയിനായിട്ടും ഇത് സേഫ്റ്റി, അതേപോലെ തന്നെ ഇത് റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ മലിനീകരണവുമായി ബന്ധപ്പെട്ട് അതൊക്കെയാണ് മെയിനായിട്ടും ചെക്ക് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഓരോ വാഹനങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഒന്നാമത്തെ നമ്മൾ എന്തായിരുന്നു, കാറ്റഗറി എ ടൈപ്പ് അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്നതാണ് കാറ്റഗറി എ. സി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇക്വിപ്മെന്റ് വെഹിക്കിൾ ആണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണ്. L1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 50cc 45 km/h. L2 എന്നാൽ L1 അല്ലാത്ത മോട്ടോർ സൈക്കിൾ ആണ്, L1 അല്ലാത്ത മോട്ടോർ സൈക്കിൾ. L3 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈക്കുകളാണ്, 50 കിലോമീറ്റർ കൂടുതലും അതേപോലെ തന്നെ 50cc കൂടുതലുമായിട്ടുള്ളത്. L5 എന്നാൽ ഓട്ടോറിക്ഷ, L5 എന്നത് ഓട്ടോറിക്ഷയാണ്. L5N എന്നത് L1 കാറ്റഗറി അല്ലാത്ത എല്ലാ മോട്ടോർ സൈക്കിൾ വാഹനങ്ങൾ, L1 കാറ്റഗറി അല്ലാത്ത എല്ലാ മോട്ടോർ സൈക്കിളുകളും, L1 കാറ്റഗറി അല്ലാത്തുള്ള എല്ലാ മോട്ടോർ സൈക്കിളുകളുമാണ്. ദെൻ അടുത്തത് എം കാറ്റഗറി എന്ന് വെച്ചാൽ 4 വീലുള്ള ആൾക്കാർ, അതായത് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. M1 എന്നത് 8+1, 8 സീറ്റ് പ്ലസ് ഒരു ഡ്രൈവറുടെ സീറ്റ്. ദെൻ M2 എന്നത് ഡ്രൈവർ പ്ലസ് 9 അതിലധികമോ, എന്നാൽ 5 ടണ്ണിൽ കൂടാൻ പാടില്ല. M2G എന്നാൽ ഓഫ് റോഡ് ആണ്, ഡ്രൈവർ പ്ലസ് 9 സീറ്റ് അല്ലെങ്കിൽ അതിലധികമോ. M3 എന്നാൽ ഡ്രൈവർ പ്ലസ് 9 അതിലധികമോ, ദെൻ 5 ടണ്ണിൽ കൂടാം. M3G എന്നാൽ എന്ത് ചെയ്ത് ഓഫ് റോഡ് ആണ്. ഓക്കെ ആണ്. ദെൻ അടുത്തത് എൻ ടൈപ്പ് എന്ന് പറയുന്നത് ഗുഡ്സ്, അതായത് ഗുഡ്സ് ക്യാരിയിങ് ആണ്, 4 വീല് വേണം. ദെൻ N1 എന്നത് എന്ത് ചെയ്യുന്നത് 3.5 ടൺ വരെ വെഹിക്കിൾ, GVW 3.5 വരെ. N2 ആണെന്നുണ്ടെങ്കിൽ 3.5നും 12നും ഇടയിലായിട്ട് വരും. N3 വരുമ്പോൾ 12 ടണ്ണിൽ കൂടുതൽ വരും. ദെൻ T എന്ന് പറഞ്ഞാൽ ട്രെയിലർ വിഭാഗത്തിലുള്ള വെഹിക്കിൾ ആണ്. T1 എന്നാൽ 0.75 GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അത്രയും വരുന്നു. ദെൻ T2 എന്നത് 0.75 to 3.5 വരെ. T3 എന്നത് 3.5 to 10 വരെ. ദെൻ T4 എന്നത് എക്സീഡിംഗ് 10. ദെൻ T5 എന്നത് എന്താണ്, എ സെമി ട്രെയിലർ ഇൻ ദ 3 വീലർ ട്രാക്ടർ. ഇത്രയാണ്. ഹാവ് എ നൈസ് ഡേ.